CPM-ൻ്റെ മുതിർന്ന നേതാവ് സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുകയാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. ദീർഘകാലം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ച ആളാണ്. എന്ന് മാത്രമല്ല, ബംഗാളിൽ നിരവധി ഘട്ടങ്ങളിലായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. CPM-ൻ്റെ ബഹുജന പ്രസ്ഥാനങ്ങളുടെ സമരമുന്നണികളിലൂടെയാണ് അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകമായ PBയിൽ എത്തുന്നത്. അദ്ദേഹം പശ്ചിമ ബംഗാൾ DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ബഹുജന മുന്നണികളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു വലിയ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ രോഗം പിടിപെട്ട് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ബംഗാളിൻ്റെ 34 വർഷക്കാലം നീണ്ടുനിന്ന ഇടതുപക്ഷ ഭരണത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടായത്. പ്രത്യേകിച്ച് നന്ദിഗ്രാം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ബംഗാളിൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട് ഭൂപരിഷ്കരണം നടപ്പാക്കുകയും പഴയ കാർഷിക സാമൂഹ്യ ഘടനകളിലുള്ള പുതിയ തലമുറ സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ നേടി ഉയർന്ന രീതിയിലുള്ള തൊഴിലുകൾ ഒക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അത്തരം തൊഴിലുകൾ സൃഷ്ടിക്കാനുള്ള വ്യവസായവൽക്കരണം ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ അടിയന്തര പരിപാടിയായി ഏറ്റെടുത്ത ഒരു സന്ദർഭത്തിലാണ് വ്യവസായ നിക്ഷേപങ്ങൾക്ക് വേണ്ടി ബുദ്ധദേവ് ഗവൺമെൻറ് വലിയ ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ അത് വേണ്ടത്ര ജനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നന്ദിഗ്രാം ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അതിന് സർവ്വ വലതുപക്ഷ ശക്തികളും ഒന്നിച്ച് മഹാസഖ്യമുണ്ടാക്കി ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന രീതിയിലുള്ള വലിയ സമരങ്ങളായി, കലാപങ്ങളായി തന്നെ അത് മാറി. അത്തരത്തിലൊക്കെയുള്ള ഒരു ചരിത്രഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നിലക്ക് അദ്ദേഹത്തിൻ്റെ ആ ജീവിതം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരുന്നു. ഇന്നത്തെ ഒരു കാലത്ത് നമ്മളെല്ലാം മാതൃകയാക്കേണ്ട ഒരു ജീവിതമാണ്. അദ്ദേഹം ദീർഘകാലം ബംഗാളിൻ്റെ ഉന്നതമായ ഭരണ പദവികൾ കൈകാര്യം ചെയ്ത, അദ്ദേഹം ബംഗാൾ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഉന്നതമായ ഭരണ പദവികൾ കൈകാര്യം ചെയ്ത ഒരാൾ തെക്കൻ കൊൽക്കത്ത നഗരത്തിലെ ബാലിഗഞ്ച് മേഖലയിൽ വെറും 2 മുറികളുള്ള ഒരു ഫ്ലാറ്റിലാണ് ദീർഘകാലമായി അദ്ദേഹം താമസിച്ചു വരുന്നത്. ഏറ്റവും ലളിതമായ, ഏറ്റവും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജീവിതമായിരുന്നു സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടേത്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക തീർച്ചയായിട്ടും എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ജീവിത മാതൃകയെ സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.